അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചതായ സഹാബികളെയും ഒരുപാട് വിധത്തിൽ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ അക്രമങ്ങളൊക്കെ അവർ ക്ഷമിച്ചു, സഹിച്ചു. അവർ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ വളർന്നു വലുതായ അവരുടെ നാട്ടിന് ഉപേക്ഷിച്ചു പോയി. അവർക്ക് ഇഹലോകത്തിൽ നാം നല്ലത് സൗകര്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. പരലോകത്തെ അവർക്കുള്ള പ്രതിഫലമാകട്ടെ ഏറ്റവും വലിയതുമാകുന്നു. അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞത്. മക്ക നിവാസികൾ അവരെ ആക്രമിച്ചു. അപ്പോൾ അള്ളാഹു അവരെ ആ മക്കയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവരിൽ ചിലർ അബിസീനിയയിൽ ചെന്ന് ചേർന്നു. പിന്നീട് അള്ളാഹു അവർക്ക് മദീനയിൽ താവളം ഒരുക്കിക്കൊടുത്തു. അങ്ങനെ ആ മദീന അതവരുടെ ഹിജ്റ ഭവനമായി. സത്യവിശ്വാസികളായ സഹായികളെ അതാ അൻസാറുകളെയും അവർക്ക് അള്ളാഹു നൽകി. ആ അൻസാറുകളാണെങ്കിൽ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് കാണിക്കുന്നതിലുള്ള പരിഗണനയേക്കാളും ഒരു പരിഗണന മുഹാജിറുകളായി വന്ന മക്കക്കാർക്ക് നൽകുകയും ചെയ്തു. ഈ വാഗ്ദാനം സഹാബികളിൽ അള്ളാഹു പാലിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ വാഗ്ദാനം അന്നത്തെ ആ സത്യവിശ്വാസികളിൽ മാത്രമല്ല അള്ളാഹു പാലിച്ചിരിക്കുന്നത്. സത്യനിഷേധികളാൽ മതത്തിൻ്റെ പേരിൽ അക്രമമർദ്ദനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ലക്ഷ്യമാക്കിക്കൊണ്ട് നാട് വിട്ട് പോകേണ്ടി വരുന്ന സത്യവിശ്വാസികളെല്ലാം അവർക്കെല്ലാം അള്ളാഹു ഈ വാഗ്ദാനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതവൻ ഭാവിയിലും പാലിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, മക്കയിൽ നിന്ന് ഹിജ്റ പോയ സഹാബികൾ അവിടെ മദീനയിൽ വെച്ച് അവരുടെ സ്വന്തം രാജ്യമായ മക്കയെപ്പറ്റി ഓർക്കാറുണ്ട്, വ്യസനിക്കാറുണ്ട്. പക്ഷേ അവർ അങ്ങേയറ്റത്തെ ക്ഷമ പാലിക്കുകയും എല്ലാ കാര്യങ്ങളും അവരുടെ റബ്ബിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവരായിരുന്നു ആ പുണ്യ സഹാബികൾ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.